ഒരുപാട് പള്ളികള്, അമ്പലങ്ങള് എല്ലാം ഉള്ള ഒരു ഉത്സവത്തിനൊക്കെയാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാണ് ആ ഉത്സവത്തിന് പങ്കെടുക്കുക. എന്നാൽ ഇന്ന് ആ ഒരു സംസ്കാരം പോയി. ആ ഒരു രീതി നമുക്ക് പറ്റത്തില്ല. ഇന്ന് നമ്മൾ അമ്പലത്തിന് ഉത്സവത്തിന് നമ്മൾ മുന്നോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ അതിന് സാധ്യമായ ഒരു ഇടമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അല്ല, എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട്. പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണം വരുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കിയിരുന്നില്ല. അതെ. അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെക്ക് ജാഥ വരുമ്പം ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അവിടെ വെള്ളം കൊടുക്കുന്നത് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ ഇന്ന് നമ്മളൊരു ബോർഡൊക്കെ വെച്ച് പള്ളിയിൽ നിന്ന് ഒരു പ്രദക്ഷിണം വരുവാണെങ്കിൽ അമ്പലത്തിന്റെ ആളുകൾ ബോർഡൊക്കെ വെച്ച് ഒരു വലിയ കാര്യമായി പ്രൊജക്ട് ചെയ്യുന്ന ഒരു തരം പ്രശ്നമുണ്ടല്ലോ. അതെ. അതിനെങ്ങനെയാന്ന് അതായത് ഒന്ന് ഞാൻ പറഞ്ഞു തീർന്നിടത്തൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നമ്മുടെ പൂവത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇപ്പോഴും 1-2 അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും ഞാൻ പോകാറുണ്ട്. അപ്പം നമുക്ക് അന്ന് കിട്ടിയ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് എൻ്റെ പിതാവിൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എല്ലാ മതസ്ഥരുമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് ഇടപെടുന്ന ഒരു ഐഡന്റിറ്റി അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ ഒരു വേർകൃത്യങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയും ഉണ്ടായില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എഴുത്തിനെ ഈ രീതിയിൽ സംശീകരിക്കാൻ സാധിച്ചത്. 2, ഈ ബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് തെരുവിലേക്ക് നമ്മൾ മതങ്ങൾ ഇറങ്ങുന്നതിൻ്റെ അകത്ത് എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് ഏത് മതങ്ങളാണെങ്കിലും മതങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വിട്ടിട്ട് ഒരു പൗരൻ സഞ്ചരിക്കുന്ന തെരുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ പ്രദക്ഷിണം ചെയ്യുകയോ ഏത് അമ്പലത്തിന്റെ ആയാലും പള്ളിയുടെ ആയാലും റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് പൗരന്മാരുടെ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് യാത്രാ സൗകര്യങ്ങൾ. ഈ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രദക്ഷിണം നടത്തുകയാണല്ലോ, അല്ലെങ്കിൽ ഉത്സവം നടത്തുകയാണല്ലോ, പെരുന്നാൾ നടത്തുകയാണല്ലോ, അത് തീർത്തും എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഹർത്താൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹർത്താൽ വരുമ്പോൾ പത്രത്തിലുണ്ടാവും മാരാമൺ കൺവെൻഷനിലേക്കുള്ള യാത്രികർക്ക്, മഞ്ഞനിക്കർ യാത്രികർക്ക്, ശബരിമല യാത്രികർക്ക് യാതൊന്നും ഒരു തടസ്സവുമില്ല. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിശേഷതയാണ് ഒരു മതസ്ഥാപനത്തിനുള്ളത്? അടിസ്ഥാനപരമായിട്ടൊരു പൗരൻ എന്ന നിലയ്ക്ക് ആ പൗരന് ഉള്ള അതേ വാല്യൂവും അതേ അവകാശവും തന്നെയാണ് മറ്റു മതസ്ഥർക്കും ഉള്ളത്. അല്ലാതെ ഈ മതത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട്, ആ മതത്തിന്റെ ഏതെങ്കിലും ആക്ടിവിറ്റി ഏർപ്പെടുന്നതുകൊണ്ട് അവർക്ക് സവിശേഷമായ ഒന്ന് ഭരണഘടന അനുവദിക്കുന്നില്ല. പൗരനും ആ മതസ്ഥനും ഒരേ തുല്യ അവകാശമാണ്. എന്നാൽ മതസ്ഥർക്ക് പ്രത്യേക പരിഗണന. അത് തീർത്തും തെറ്റായ. ഞാൻ ഈ സെക്യുലറായിട്ട് ചിന്തിക്കുമ്പോഴും എനിക്കുണ്ടാകുന്നൊരു ഭാരം, ഒരു ചിന്താ പ്രശ്നം ഇതാണ്. അതായത് സോക്കോൾഡ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ 2 പൗരന്മാരെ സൃഷ്ടിക്കുകയാണ്. വിശ്വാസിയും അവിശ്വാസിയും ഒരു പൗരൻ മാറ്റി നിർത്തപ്പെടുകയും ഒരു വിശ്വാസി എന്തൊക്കെയോ പ്രിവിലേജുകൾ ലഭിക്കുകയും ചെയ്യുന്ന, സവിശേഷമായ പ്രിവിലേജ് ലഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായിട്ട് തോന്നാറുണ്ട്. മതവും സമൂഹമൊക്കെ ഇനിയിപ്പോ കുടുംബത്തിലേക്ക് വന്നു. കുടുംബത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കൊന്ന് തോന്നുന്നു ലോകത്തെ ഏറ്റവും അധികം പ്രോത്സാഹനം ലഭിക്കാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് എഴുത്തുകാരനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലരും എഴുതുന്നത് പൂർണ്ണമായും അവനവന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇപ്പൊ പോലും ഒരു 10 പുസ്തകം ഒന്നിച്ച് വീട്ടിലോട്ട് മേടിച്ചോണ്ട് പോകുമ്പോൾ ഒരു വീട്ടുകാരുടെ മുഖം കറക്കും എന്ന് പറയുന്നൊരു പ്രശ്നമാണ് ആൾക്കാർ. അപ്പം അത്തരം കുറെ കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂർ പോലൊരു മേഖലയിൽ നിന്ന് അത്തരം ഒരു വായന, എഴുത്ത് എന്നൊക്കെ പറയുന്ന ഒരു സാംസ്കാരിക മേഖലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങളുണ്ടോ എന്ന് പങ്കുവെക്കാം? ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട്. ഒന്ന് എൻ്റെ പിതാവിന് എഴുത്തുമായി ബന്ധപ്പെട്ട് നല്ലൊരു സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ കുടുംബത്തിലും ആ ഒരു പശ്ചാത്തലം നമുക്ക് പറയാനായിട്ട് മറ്റർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്ന പരിപാടിയുണ്ട് നമ്മുടെ. അത് പ്രവീൺ പറഞ്ഞ പോലെ രസകരമായ പരിപാടിയല്ല. ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് നമ്മള് ഇത്രയും സാധനം മേടിക്കാനുള്ള പൈസക്ക് എത്രയോ ഇത്രയും പുസ്തകം മേടിച്ചു കൂട്ടുമ്പോ ആ പൈസക്ക് എന്തെല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്യാനും, പച്ചക്കറി മേടിക്കാനോ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് നേരിടേണ്ടി വരും. മറ്റൊന്ന്, നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആഗ്രഹിക്കും അല്ലേ? പിൻ ഡ്രോപ്പ് സൈലൻസും നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്തിരുന്നതും നമ്മൾ മറ്റൊരു ലോകത്തിനാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ഗൗരവമായ രീതിയിൽ നമ്മൾ എഴുതി വരുമ്പോഴായിരിക്കും ഭാര്യ വിളിക്കുന്നത്, കൊച്ചിന്റെ ഡയപ്പർ മാറ്റണം. നമ്മളിവിടെ ചരിത്രം എടുത്തു വെച്ചിട്ട് വൈകാരിക സംഘർഷമൊക്കെ വെച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പം പെട്ടെന്ന് നമ്മൾ ആ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി പെട്ടെന്ന് കൊച്ചിന്റെ ഡയപ്പറും
അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു പരിണാമത്തിലേക്ക് അപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഈ 4 വർഷം നോവലിനെടുക്കുന്നു പറയുന്നതിന്റെ ഒരു കാരണം ഇതാണെന്ന് വേണം വ്യാഖ്യാനിക്കാൻ. ഇതുമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു റോൾ മാത്രമല്ലല്ലോ, പല റോളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ എല്ലാ റോളും ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള അപാരമായ ശ്രമം നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമലഹാസനൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എഴുതുന്ന എല്ലാവരും, ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്, എഴുതുന്നവരും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും തന്നെ അവരവരുടെ റോളുകൾ മെച്ചമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എങ്കിലും നമ്മളൊരു പ്രവാസിയായി നിൽക്കുമ്പോൾ അവിടെ ഒരു എന്താണ്, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമേ ഒരു വീട്ടിൽ കാണത്തുള്ളൂ. ഇവിടുത്തെ പോലെ മറ്റ് ഒരു സഹായത്തിന് പെട്ടെന്ന് അയൽവക്കത്തൊന്നും ആരും എത്തത്തില്ല. അപ്പം ഭാര്യ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മറ്റൊരു സഹായത്തിന് ആരുമില്ല. അപ്പം ആ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ കാര്യങ്ങൾക്കും നമ്മൾ ഉണ്ടാവാം. അപ്പം 2 കുഞ്ഞുങ്ങളെ നോക്കണം. അവർക്ക് അപ്പൻ എഴുതുകയാണെന്നോ ഒന്നും ഇല്ലല്ലോ. അവർക്ക് അപ്പിടണം തോന്നുമ്പോ അപ്പിടാൻ. ഓക്കെ. അപ്പം പിന്നെ പ്രവാസം ഇപ്പം കുറച്ചധികം വർഷങ്ങളായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, പറയുകയാണെങ്കിൽ സന്ദർശകരാണ് നാട്ടില് അല്ലെ. അപ്പം പ്രവാസം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എഴുത്തിലത് എങ്ങനെയാണ് പ്രതിഫലിച്ചിട്ടുള്ളത്, പിന്നെ മൊത്തത്തിലുള്ള ഇപ്പം നമുക്കൊരു സക്കറിയയ്ക്ക് കാഞ്ഞിരപ്പള്ളിയെ കുറിച്ച് എഴുതാൻ കഴിയുന്ന സക്കറിയ തിരുവനന്തപുരത്ത് പോയതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയില്ല. ആ നാട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഒരു പക്ഷെ ആ നാട് നമ്മളുടെ ഭാവനയുടെ പരിസരത്തേക്ക് കയറി വരുന്നതൊക്കെ ഒരു തിയറി പൊതുവെ കടന്ന് ചുറ്റുന്നുണ്ടല്ലോ. അപ്പം അതിനോടൊക്കെയുള്ളൊരു സമീപനം. യഥാർത്ഥത്തിൽ ഈ പ്രവാസം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാൻ ഇപ്പോഴും ആരോടും അങ്ങനെ പറയാവുന്ന ഒരാളല്ല. ഞാൻ പ്രവാസിയാണ്, ആ ഒരു ലേബൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല. അതെന്തുകൊണ്ടോ എൻ്റെ ഒരു വൈകാരികമായ പ്രശ്നമാണ്. പ്രവാസം എനിക്ക് ഒത്തിരി ട്രോമ തന്നിട്ടുണ്ട്. അപ്പോൾ നാടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ ട്രോമ ലഭിക്കാറുമുണ്ട്. പക്ഷെ അതിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്. ഒരു പല മെച്ചപ്പെട്ട കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ പല മെച്ചമായ കാര്യങ്ങളും പ്രവാസത്താൽ ഉണ്ടായതാണ്. എങ്കിലും നമ്മളെപ്പോഴും നാടിനെ ഇഷ്ടപ്പെടുകയും നാട്ടിൽ നിൽക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മാസം നമ്മൾ DC-യിലും മാതൃഭൂമിയിലും SPCS-ലും ഒക്കെ ഓടിക്കേറി അത് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ സമയങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ പുസ്തകത്തിന്റെ മണം, ഗന്ധം ഇതൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രത്യേകതയാണ്. US-ലേക്ക് കടക്കുമ്പോൾ ഈ ദുബായോ ഗൾഫ് റീജിയൻ ആണെങ്കിൽ പോലും അത്രയും പ്രശ്നമൊന്നും തോന്നുന്നില്ല. കാരണം അവിടെ ഈ പറയുന്ന എല്ലാ പുസ്തകശാലകളിലും ഉണ്ട്. എന്നാൽ അമേരിക്ക പോലുള്ള ഒരു മേഖലയിൽ പുസ്തകശാലകളില്ല. ഇത്തരത്തിലുള്ള DC-യോ മാതൃഭൂമിയോ SPSO ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഇന്ന് സാഹിത്യ ലോകത്ത് വർത്തമാനകാലത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയുന്നില്ല. അത് വലിയ പ്രയാസമാണ്. ഇനിയും ഓൺലൈനായിട്ട് നമ്മൾ ആനുകാലികങ്ങൾ വരുത്തും. അതിന് പോലും അക്ഷരങ്ങളുടെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഓൺലൈനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അത് ഇവിടെ നിന്ന് വായിച്ചു തീർത്ത ആ ഒരു വേഗതയോ ആ ഒരു സന്തോഷമോ ഒന്നും നമുക്ക് അക്ഷരങ്ങളിൽ നിന്ന് നമ്മൾ രുചിക്കുന്ന ഒരു രുചിയുണ്ടല്ലോ, ഇതൊന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല. ഇതൊക്കെ തന്നെ നമ്മൾ ഒരു അച്ചടിയിലേക്ക് മീൻസ് ഒരു ഓൺലൈനിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു യാന്ത്രികമായ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതൊരു ട്രോമ തന്നെയാണ്. എങ്കിലും പ്രവാസത്തെ ഒരിക്കലും ഞാൻ തള്ളി പറയുന്നില്ല. മെച്ചങ്ങളുണ്ട്, പല പലമായ സന്തോഷങ്ങളും അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഉള്ള ഒരു ആശങ്ക, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടാകും. ഈ ലോകത്തെ, നമ്മുടെ ഈ രാജ്യത്തെ ഭരണകർത്താക്കളെല്ലാം തന്നെ വിദേശ രാജ്യത്ത് പോയി കണ്ടിട്ട് അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ വന്ന് പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. രണ്ടാമത്, നമ്മൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് കുട്ടികൾക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വിദേശ സന്ദർശനത്തിന് ശേഷം അവരെന്താണ് ആ വിദേശ രാജ്യത്ത് നിന്ന് നേടിയിട്ടുള്ള കാര്യം, അവരിവിടെ നിന്ന് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാൻ തയ്യാറാവണം. അത് എല്ലാ സർക്കാരും, കേന്ദ്ര സംസ്ഥാന സർക്കാരും ഇറക്കാൻ തയ്യാറാണ്. അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയും. ഇപ്പം പുസ്തകങ്ങളുടെ കേസിലേക്ക് വന്നാൽ ഇപ്പം നല്ല അക്ഷരങ്ങളുടെ ഗന്ധമില്ലായ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇത് 2 അനുഭവമാണ്. ഇപ്പം നാട്ടിൽ നിൽക്കുന്ന ഒരാളെ, ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളെ സംബന്ധിച്ച് ഗന്ധം കൂടി പോയിട്ട് നിൽക്കത്തില്ല ഒരവസ്ഥയാണ്. കാരണം പുസ്തകങ്ങളുടെ ഒരു തരം പ്രവാഹമാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രസാധകരുണ്ടാകുന്നു. അവിടെ നിന്നെല്ലാം ഇപ്പൊ മുമ്പേ സൂചിപ്പിച്ച പോലെ നല്ലതേത് മോശമേതെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇത് മുഴുവൻ വായിച്ചു തീർത്തിട്ട് നമുക്ക് നിരൂപിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം
പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പുസ്തകങ്ങളുടെ ലഭ്യത കുറവാണ്. അത്തരം അനുഭവങ്ങൾ എത്തുന്നത് വൈകിയായിരിക്കും അങ്ങോട്ടേക്ക്, അങ്ങനെ പ്രശ്നം. പക്ഷെ അപ്പം ഈ സോഷ്യൽ മീഡിയ അതിന് എത്രത്തോളം ആ ഒരു കടമ്പ കടന്നു പോകാനായിട്ട് എന്നെ ഒരു ഭാരം ലഘൂകരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ? സോഷ്യൽ കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ്, നിരന്തരം വീഡിയോ ഇടുന്നു, നിരന്തരം റീൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പോസ്റ്റിനും കീഴെ പോയി കമന്റ് ചെയ്യുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അല്ല, രാഹുൽ മാങ്കൂട്ട വിഷയം വേറെയാണ്. വേറെയാണ് അത്. അല്ല, ഞാൻ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞത്. സോഷ്യൽ മീഡിയ തുടക്കകാലത്ത് ഞാൻ അത്ര സജീവമായ ഒരാളായിരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രോമയിൽ നിന്ന് റിലീഫ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയൊരു മാർഗമാണ് സോഷ്യൽ മീഡിയയിലെ റീൽസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് നല്ലൊരു സംസാര ശൈലി ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. പക്ഷെ അത് പ്രവാസം അത് നഷ്ടപ്പെടുത്തി എന്ന് എനിക്കൊരു ബോധ്യം. അത് വലിയ തോന്നലാണോ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു ഇതിനും വേഗത സംസാരിക്കുമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇങ്ങനെ സംസാരിച്ച് റീലിടണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭാഷ, ഒരു സൗകര്യം, പദസമ്പത്ത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, അത് എഴുത്തിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാള് കയ്യിൽ നിന്ന് പദസമ്പത്ത് കുറയുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വിഷമമുണ്ട്, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു വിഷമമാണ്. അപ്പൊ അത് കുറെ സംസാരിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് റീൽസ് ചെയ്യുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയ അങ്ങനെ കാര്യമായി ഇരിക്കുന്ന ഒരാളല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ വളരെ സജീവമായ രീതിയിൽ ഞാൻ ഫോളോ ചെയ്തിരുന്നു. കാരണം എനിക്ക് അയാളോട് പക്ഷം ചേർന്ന് നിൽക്കാനായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ന് എളുപ്പമാണ് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ പെടുത്താനായിട്ട് എളുപ്പമാണ്. അത് തെറ്റ് ചെയ്തതിൽ രണ്ടാമത്തെ വിഷയം. പക്ഷെ പ്രവീണിനായാലും എനിക്കായാലും ഒരു തെറ്റായ വാചകം കൊണ്ട് ഒരു പെൺകുട്ടി കൊടുക്കാൻ സാധിക്കും അല്ലെ? നമ്മൾ എത്ര വലിയ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടി പറയാം ഇയാൾ എന്നെ പീഡിപ്പിച്ചു, അല്ലെ എന്നെ കടന്നു പിടിച്ചു എന്ന് നിസ്സാരമായ രീതിയിൽ പറയാൻ സാധിക്കും. അപ്പൊ അതിന്റെ സാധ്യതകൾ ഇന്ന് ഒരുപാട് ഉണ്ട്. നമ്മുടെ സത്യസന്ധത പ്രൂവ് ചെയ്യുന്ന എവിടെയാ എനിക്കറിയത്തില്ല. മെറിറ്റ് എവിടെ നോക്കുന്നുള്ളൂ, ആരും നോക്കുന്നു. നമ്മളിനിയും കോടതിയിൽ പോയിട്ട് നമ്മൾ സത്യസന്ധനാണ്, നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ വളരെ എളുപ്പമാണ് നമ്മൾ തെറ്റ് ചെയ്തത് ലോകത്തെ അറിയിക്കാൻ അവർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പുരുഷപക്ഷമോ സ്ത്രീപക്ഷമോ അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് മനുഷ്യപക്ഷമാണ്. ഈ സ്ത്രീയും പുരുഷനെയും രണ്ടായി തരം തിരിച്ചിട്ട് അവർക്ക് പ്രിവിലേജ് ഇവർക്ക് പ്രിവിലേജ് കുറവ് എന്നുള്ളതല്ല. മനുഷ്യപക്ഷമായി നിന്നിട്ട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ആണ് എല്ലാവർക്കും കിട്ടേണ്ടത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാം. രാഷ്ട്രീയത്തെ സജീവമായി ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. അത് വീഡിയോസ് വഴിയാണെങ്കിലും എഴുത്തിലൂടെ ആണെങ്കിലും. ഫിക്ഷനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന വർത്തമാനകാല സാമൂഹ്യ സാഹചര്യത്തിലെ രാഷ്ട്രീയ നേരുകളോടും ശരിതെറ്റുകളോടും ഒക്കെ കൃത്യമായ വീക്ഷണം പുലർത്തി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ ബോധത്തിന്റെ നവീകരണം എങ്ങനെ വരുന്നു? രാഷ്ട്രീയ ബോധ്യത്തിന്റെ നവീകരണം എന്ന് പറയുന്നത് ഏതൊരാൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ഒരാളെ മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ മതി. അമേരിക്കൻ സ്പാനിഷ് ചിന്തകനായിട്ടുള്ള ജോർജ് സന്താനയുടെ ഒരു വാചകം പ്രകാരമാണ്, ദോസ് ഹു ഡു നോട്ട് റിമെമ്പർ ദ പാസ്റ്റ് ആർ കണ്ടംഡ് ടു റിപ്പീറ്റ് ഇറ്റ്. ചരിത്രത്തെ ഓർക്കാത്തവർ, കഴിഞ്ഞ കാലത്തെ ഓർക്കാത്തവരാരോ അവർ വീണ്ടും അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നാം എന്തുകൊണ്ടാണ് വർത്തമാനകാലത്തിൽ ഏകാധിപതികളെ കുറിച്ച് എഴുതുകയും അയാളുടെ തെറ്റുകളെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്? വീണ്ടും ഒരു ഏകാധിപതി സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചരിത്രാവബോധം നവീകരണത്തിലൂടെ സംഭവിക്കുന്നത് ഏകാധിപതികളെ നിഷ്കാഷണം ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് ഈ ഒരു നവീകരണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. അത് എല്ലാ വ്യക്തികൾക്കും ഈ ഒരു നവീകരണ ബോധം ഉണ്ടാവേണ്ട ആവശ്യകതയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിരന്തരം പരിവർത്തനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണല്ലോ. അപ്പോൾ പറഞ്ഞ പോലെ നമുക്കറിയാം ഹിറ്റ്ലറിനെ അടക്കം നമ്മുടെ നോവലുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ നിരന്തരം ഒരു പക്ഷെ നമ്മുടെ ഈ സംഭാഷണത്തിലാണെങ്കിൽ പോലും നമ്മൾ നിരന്തരം സംസാരിച്ചൊരു വാക്കെന്ന് പറയുന്നത് ഏകാധിപത്യം എന്നുള്ളതാണ്. നിരന്തരം അതിനെതിരെ കലഹം നടത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യ നിർവഹണമാണോ ഒരു എഴുത്തിലൂടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ പൗരൻ എന്ന നിലയ്ക്ക് വീട്ടിൽ മാത്രമല്ല സമൂഹത്തിലും ഓരോ കടമകളുണ്ട്. അതായത് അതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തൊട്ട അയൽവക്കത്ത് നിന്ന് ഒരാൾ മത്സരിച്ചത്.
ആ ഒരു വിഭാവനം വളരെ കൃത്യമാണ്. പക്ഷേ അതിൻ്റെ വിജയസാധ്യതകൾ എത്രമാത്രം നന്നായി നടക്കുന്നു എന്നുള്ളതാണ് സംശയാസ്പദമായി നിൽക്കുന്നത്. അതായത് ജനകീയാസൂത്രണം എത്രയും നല്ല മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകം ഇന്ത്യയുടെ ജനകീയാസൂത്രം എന്ന് കണ്ടിട്ട് കുതിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ 2026 നമ്മളുടെ തോടുകളും അല്ലെങ്കിൽ എന്താണ് റോഡുകളുടെ നിർമ്മാണത്തിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു 10-20 പേർക്ക് അല്ലെങ്കിൽ 50 പേർക്ക് ജോലി കൊടുക്കാനുള്ള സംരംഭം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആ സംരംഭം തേടി നമ്മൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോഴും പറയുന്ന വികസനം എന്ന് പറയുന്നത് നമ്മുടെ തോടുകളുടെയും റോഡുകളുടെയും കലുങ്കുകളുടെയും വികസനം മാത്രമാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന അതാണ്. എന്നാൽ അതല്ല, ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണം. ഇവിടെ ജോലി എടുക്കാനുള്ള നല്ലൊരു സംരംഭം ഉണ്ടാവണം. അവർക്ക് നല്ല കൂലി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിലുള്ള വികസനം എന്ന് പറയുന്നത്. അവരുടെ ഒരു ലൈവ്ലിഹുഡ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം, അതാണ് വികസനം. അല്ല നമ്മള് കുറെ കടമെടുത്ത് നമ്മൾ തോടുണ്ടാക്കി ഇതൊരു വികസനമായിട്ട് നമുക്ക് ഇപ്പോഴും 2026 പറയുക എന്ന് പറയുന്നത് ഇതൊരു തെറ്റായ രാഷ്ട്രീയമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളിപ്പോഴും റോഡ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത്. ഞാനിപ്പം ഈ പ്രവാസത്തെ കുറിച്ച് ചോദിക്കണമെങ്കിൽ 2 സംസ്കാരങ്ങളുടെ ബ്ലെൻഡ് ആണല്ലോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് നിന്ന് US പോലുള്ള സ്ഥലത്തേക്ക് പകച്ചു നടപ്പെടുന്നു. അപ്പം അതിനകത്ത് അപ്പം 2 വൈരുദ്ധ്യങ്ങളാണല്ലോ, സാംസ്കാരികമായ 2 വൈരുദ്ധ്യങ്ങൾ. അതിനെ ഉൾക്കൊണ്ടത് ഇപ്പം നാട്ടിലെത്തുമ്പോഴത്തേക്കും മുണ്ടെടുത്തല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല കൃഷ്ണ. പക്ഷെ അതൊരു തരം ഗ്രഹാതുര പ്രോസസ്സാണോ അതോ അത് ജൈവികതയിലേക്കുള്ള നടപ്പാണോ? ഈ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു തരം കലർപ്പിനെ എങ്ങനെയാണ്? ഗുണകരമായിരുന്നു ദോഷമായിരുന്നു? അതൊന്ന് മലയാളികളുടെ ഒരു മൈഗ്രേറ്റിംഗ് കപ്പാസിറ്റി പവർ ഭയങ്കരമാണ്. അതായത് 1800-കളിൽ പോലും ആളുകൾ മറ്റു പല ദേശങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ പോലും മലയാള നാടാണല്ലോ അന്ന്. മലയാള നാട്ടിൽ നിന്ന് പോലും തിരുവിതാംകൂർ വിട്ടിട്ട് മലബാർ മേഖലയിൽ കുടിയേറുന്ന ആൾക്കാർ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഫിജിയിലേക്ക് പോകുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഫിജിയിൽ മലയാളം സംസാരിക്കാത്ത നായർ ടീ സ്റ്റോൾ ഉണ്ട്. മലയാളം അറിയത്തില്ല അവർക്ക്. അവരുടെ എത്രയോ തലമുറകൾ ശേഷമുള്ളൊരു തലമുറയാണ്. വർക്കി സൈക്കിൾ ഷോപ്പ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പം ഈ മൈഗ്രേറ്റിംഗ് കപ്പാസിറ്റി, ആ ഒരു പവർ, ആ ഒരു പ്രവണത പണ്ട് മുതലേ മലയാളികൾക്കുള്ള ഒരു കാര്യമാണ്. അവരുടെ ഒരു കരുത്ത് ഭീകരമാണ്. എനിക്ക് ആ കരുത്തുള്ള ഒരാളായിരുന്നില്ല കേട്ടോ. എനിക്കിപ്പോഴും ആ ഒരു കരുത്തില്ല. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ഈ മലയാള നാട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ മുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളൊരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. അത് ഇതുവരെ അങ്ങനെ മാറ്റാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യത്ത് അത് പറ്റത്തില്ല. എന്നാൽ വിദേശത്തു നിന്ന് ഏതെങ്കിലും അവധിക്ക് വരുമ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ ആഗ്രഹം തീർക്കുക എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ആ ഒരു രാഷ്ട്രീയ ചരിത്രം, നാട്ടിലുണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ ചരിത്രം ഈ ലാത്തിയടി കൊണ്ട രാഷ്ട്രീയമാണോ? അത് സമരങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. സമരങ്ങളുടെ ഭാഗമായിട്ട് തല്ലുകൊണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പോലീസുകളുടെ ഒക്കെ തല്ലുകൊണ്ടിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ട സമയത്ത് പോലും എനിക്ക് കൊണ്ട് എന്ന് എൻ്റെ നേതാക്കന്മാരോട് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വളരെ ചുരുക്കം ചില എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാമെന്നല്ലാണ്ട് അത് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എൻ്റെ ലക്ഷ്യം എവിടെയെങ്കിലും മത്സരിക്കണം എന്നൊന്നും ആയിരുന്നില്ല. ഒരു പാർലമെന്റേറിയൻ പൊളിറ്റീഷ്യൻ ആ ഒരു രീതിയിലല്ല എൻ്റെ ആഗ്രഹം. അത് മധ്യ ഇടതുപക്ഷം പറയുക എന്നുള്ളത് അന്നും ഇന്നും എൻ്റെ ഒരു ലക്ഷ്യമാണ്, നിലപാടാണ്. അപ്പം അതിൽ പെടുന്നതല്ല നമ്മളുടെ ഒരു സോക്കോൾഡ് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ രാഷ്ട്രീയത്തിൽ പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യമാണ് വായനയുടെ സ്വാഭാവികമായിട്ടും വായനയായിരിക്കുമല്ലോ നമ്മുടെ എഴുത്തിൻ്റെ പ്രധാന ഇന്ധനം എന്ന് പറയുന്നത്. വായനയുടെ ഒരു ചരിത്രത്തെ എങ്ങനെ നോക്കി കാണുന്നു, അതിൻ്റെ ഒരു പരിണാമത്തെ എങ്ങനെ നോക്കി കാണുന്നു, പിന്നീട് സ്വാധീനിച്ച എഴുത്തുകാർ, അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. ഒന്ന് നമ്മൾ ഇപ്പം വായിക്കുന്ന ആൾക്കാരൊക്കെ നേരിട്ട് നമുക്ക് കാണണം, പരിചയപ്പെടാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ, ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ ഖലീൽ ജിബ്രാൻ. അപ്പൊ ജിബ്രാനെയാണ് ഞാൻ ഒരുപാട് വായിച്ചു കൂട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രമാത്രം ആ ഒരു വാചകം ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, ആരാധന തോന്നിയിട്ടുള്ള ഒരു മനുഷ്യൻ ജിബ്രാൻ തന്നെയാണ്. ജിബ്രാനെ ഒരിക്കൽ കാണുക എന്നുള്ളത് വലിയ വില. അപ്പൊ ജിബ്രാൻ 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്.
അപ്പോൾ ജിബ്രാന്റെ എല്ലാ കൃതികളും വായിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഷ എനിക്കും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ദസ്തേവ്സ്കി, കസൻസാക്കീസ്, റൂമിയെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. റൂമി വല്ലാത്ത രീതിയിൽ നമ്മളെ ജലാലുദ്ദീൻ റൂമി നമ്മളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീയത പറയുന്ന രീതിയിലുള്ള ഒരു ആത്മീയത മറ്റൊരാളും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഭീകരമായിട്ടുള്ളൊരു ആത്മീയത അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. പിന്നീട് നമ്മൾ ഒരു വർത്തമാനത്തിൽ നമ്മൾ വായിക്കുന്ന ബെന്യാമിൻ സാറിനെ ആണെങ്കിലും KR മീര ചേച്ചിയാണെങ്കിലും ഹരീഷ് ഏട്ടനെയാണെന്ന് പറഞ്ഞാലും ദീപ നിഷാൻ ടീച്ചറിനെയാണെന്ന് പറഞ്ഞാലും ഇവരെയൊക്കെ നമുക്ക് കാണുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അതൊക്കെ നമ്മൾ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വായിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു പ്രചോദനം വലുതാണ്. അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രചോദനം കാരണം ഇവരൊക്കെ തന്നെ ഒരു പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒന്നല്ലേ മറ്റൊരു വിധത്തിൽ നമുക്കത് ഉപകാരപ്പെടും. ഇപ്പം ഒരു കാര്യമുള്ളത്, നമ്മൾ പല കടമ്പകൾ കടന്നായിരിക്കും നമ്മളൊരു എഴുത്തുകാരൻ എന്ന് പറയുന്ന പേരിന്റെ ബ്രാക്കറ്റ് നമ്മൾ എഴുത്തുകാരൻ. ഈ വ്യക്തിപരമായ അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. പല തിരസ്കരിക്കപ്പെട്ട പലയിടത്തും നമ്മളൊക്കെ ഗമനിക്കപ്പെടുന്ന എഴുത്തുകാരനായതിനു ശേഷമാണ്. അപ്പം അതിലേക്കുള്ളൊരു യാത്ര, എഴുത്തുകാരനായതിനു ശേഷം ഉണ്ടായിട്ടുള്ള എന്താണ് അതിൻ്റെ അമിത ഭാരം, അതിൻ്റെ ആ ഒരു ഐഡന്റിറ്റി തരുന്ന കുറെ സുഖങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന് അതിലേക്ക് വരുന്ന മുമ്പേ നമുക്ക് തിരസ്കാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തിരസ്കാരങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ തിരസ്കാരങ്ങളെല്ലാം കൂട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ ശേഷി നമുക്ക് തരുന്ന ഒരു കാര്യങ്ങളാണ് ഈ തിരസ്കാരങ്ങൾ. അങ്ങനെയാണല്ലോ. അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് ആദ്യത്തെ നോവല് ഇറങ്ങിയ സമയത്ത് 2014. അപ്പോൾ ആദ്യത്തെ നോവൽ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കളിമണ്ണിന്റെ കാലം പക്ഷെ അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു സെക്കുലർ വിഭാഗത്തിൽ നിന്നുള്ളൊരു പബ്ലിക്കേഷൻ ഭാഗം വിളിച്ചൊരു യോഗത്തിന് വേണ്ടിയിട്ട്, ഒരു സാഹിത്യ പരിപാടി. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിനാഷ് വരണം, ഇതുപോലെ ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം ഞാനങ്ങ് അന്താളിച്ചു പോയി. നമ്മളെ ആദ്യമായിട്ടാണ് എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മളെ ആദ്യമായിട്ടാണ് ഒരാൾ ഉദ്ഘാടനത്തിലേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വലിയ സന്തോഷം, ഞാൻ വന്നേക്കാം, എവിടെ വരേണ്ടത്? അപ്പോൾ ഇന്നടത്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ തിരക്കി നടന്നു പോകുന്ന വഴിക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന എവിടെയാണ് എന്ന് എന്നോടൊപ്പം നടന്ന ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാനും അങ്ങോട്ടാണ്, അവിടേക്കാണോ? ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ പരിപാടിയുടെ ഉദ്ഘാടകൻ ഞാനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഓ അതെയോ എന്ന് അദ്ദേഹം വലിയ ആശ്ചര്യത്തോടെ ചോദിക്കുകയും ചെയ്തു. താങ്കൾ ഏത് ബുക്കാണ് എഴുതിയെന്ന്? ഞാൻ ഈ ബുക്കാണ് എഴുതിയത്. അദ്ദേഹത്തിന് അറിയത്തില്ല ബുക്ക്. ഇതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 50 പേരോളം ഇരിപ്പുണ്ട്, സദസ്സിൽ ഇരിപ്പുണ്ട് 50 പേരോളം. വാസ്തവത്തിൽ ഞാൻ ഈ 50 പേരിൽ ഒരാളായിരുന്നു. എന്നെ ഉദ്ഘാടനത്തിന് പറഞ്ഞത് അദ്ദേഹം തെറ്റിപ്പോയായിരിക്കാം. പക്ഷേ ഞാൻ ഉദ്ഘാടനത്തിന്റെ വലിയൊരു കിരീടം ചൂണ്ടിയിട്ടാണ് ചെല്ലുന്നത്. വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്താണ്ട് സാഹിത്യ പരിപാടിക്ക് ഉദ്ഘാടനം വന്നിരുന്നേ പറ്റിപ്പോയത് കാണാനായിട്ട്. അതെ. അപ്പം നമ്മൾക്ക് അങ്ങനെ അന്ന് മനസ്സിലായി, അത് തുടക്ക സമയമാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലായത് ഒരു എന്താണ് ആ രീതിയിൽ ആൾക്കാർ ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നുള്ള ആയിരുന്നില്ല അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും രണ്ടും രണ്ടാണ്. അന്നത്തെ കാഴ്ചപ്പാടല്ലല്ലോ ഇന്നത്തെ കാഴ്ച. ഇന്ന് അങ്ങനെ ഉദ്ഘാടനം വിളിക്കണമെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം വിളിക്കണമെന്നോ അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അന്ന് പണ്ടുണ്ടായിരുന്നു. തുറന്നു പറയുന്ന ഒരാളാണ്. പണ്ടുണ്ടായിരുന്നു നമ്മളെ വിളിക്കണമെന്നോ സാഹിത്യകാരനായിട്ട് അംഗീകരിക്കണമെന്നോ ഒക്കെ നമുക്ക് പണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇന്ന് വിളിച്ചാൽ സന്തോഷം, വിളിച്ചില്ലെങ്കിലും സന്തോഷം, ശത്രുതയില്ല. ഓക്കെ, അത് നല്ല കാര്യം. പിന്നെ ഇനിയിപ്പം പുതിയ രചനകൾ, പുതിയത് അടുത്ത വരുന്നത് DC-യുടെ ഒരു വർക്കാണ്. ഓക്കെ. അപ്പൊ അത് ഒരു ഫിക്ഷനാണ്, ഹിസ്റ്റോറിക് ഫിക്ഷൻ അല്ല, 100% ഫിക്ഷൻ. അപ്പൊ അത് അതിന്റെ വർക്കിംഗ് പ്രതീക്ഷിക്കാമോ? അത് ഉടനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനെന്തായാലും എല്ലാവിധ. കുടുംബം എങ്ങനെയാണ്? പപ്പ 1 വർഷം മുമ്പ് മരിച്ചുപോയി. പിന്നെ അമ്മയുണ്ട്, വൈഫ് നീതു, 2 കുഞ്ഞുങ്ങൾ, ജോനാഥനും കേലബും. കൊച്ചു പിള്ളേരാണ്, 5 വയസ്സ് 3 വയസ്സ്. അപ്പോൾ എഴുതുന്ന സമയത്ത് റൂം അടച്ചിട്ടൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അവര് വന്ന് ഡോർ അടിച്ചിട്ട് പറയും, ഇത് ഞങ്ങളാ മക്കളാവും. അപ്പൊ നമ്മുടെ എഴുത്തിന്റെ ലോകത്ത് നമ്മൾ പെട്ടെന്ന് വലിച്ചു മാറ്റുന്ന 2 പ്രിയപ്പെട്ടവരാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് ഭാവിയിൽ പറയാൻ പറ്റട്ടെ, അവർക്ക് എൻ്റെ അച്ഛനൊരു എഴുത്തുകാരനാണെന്ന്
ആ പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ എഴുത്തുകാരനാണോ അല്ലയോ അതിനെക്കാട്ട് ഉപരിയായിട്ട് നല്ലൊരു മനുഷ്യനാണെന്ന് അഡ്രസ് പറയാൻ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ അതെ, നടത്തുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും ഓ. വരുന്ന മക്കൾക്കും എഴുത്ത് ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും പൊതുജീവിതത്തിനും എല്ലാവിധ ആശംസകളും നമുക്ക് പറയണ്ടായി. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുടെ കൃത്യത, വ്യക്തത, തെളിമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വർത്തമാനകാലത്ത് തിരിഞ്ഞു നടക്കാൻ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ഘടകങ്ങളും ഒരുപാട് ത്രെട്ടുകളും ഒക്കെ ഉള്ളൊരു സമയത്ത് കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് തന്നെ ഇവിടുന്ന് പോകൂ എന്ന് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് നമ്മുടെ ഈ കാലത്ത്. അപ്പോൾ ഇപ്പോൾ മുമ്പേ കുറച്ച് കൂട്ടുകളൊക്കെ പറയുന്നത് മറവികൾക്ക് നേരെയുള്ള ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയം എന്ന് പറയുമല്ലോ. അപ്പം അത്തരം ഓർമ്മകളുടെ വീണ്ടെടുപ്പാണ് ശ്രീ അഭിലാഷ് തുണ്ടുമണ്ഡൽ അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളിലൂടെയും ഓരോ സാമൂഹ്യ ഇടപെടലുകളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വായിക്കുന്നത്, അറിയുന്നത് എന്തുകൊണ്ടും നമ്മൾ കാലത്തോട് ചെയ്യുന്ന, സാഹിത്യത്തോട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീതിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രചനകൾക്കും പ്രവർത്തനങ്ങൾക്കും സഹിതത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമ്മൾ ഇത്ര സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.